ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഞാൻ വാക്ക് പാലിച്ചു. ഇനിയെങ്കിലും ആതിര എന്നെ സംശയിക്കരുത്. എന്റെ ജീവിതത്തിൽ പറ്റിയ തെറ്റുകളെല്ലാം തിരുത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഇതും അതിനൊരു അവസരമായിട്ട് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളൂ. തൽക്കാലം ഇതിനെക്കുറിച്ചൊന്നും അർച്ചനോട് ചോദിക്കുകയോ പറയുകയോ ചെയ്യരുത്. അവന്തിക അറിഞ്ഞാൽ അത് പ്രശ്നമാവും. എനിക്കറിയാം. എന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ അറിയുന്ന എന്ത് അപകടം ഉണ്ടായാലും എന്റെ ജീവൻ കൊടുത്തിട്ടായാലും ഞാൻ അർച്ചനെ രക്ഷിക്കും. ഇപ്പൊ എന്റെ സംശയങ്ങളെല്ലാം മാറി. ഒരാൾക്ക് ഒരിക്കലും ഒരു തെറ്റു പറ്റിയാൽ പിന്നീട് ഒരിക്കലും അയാൾക്കത് തിരുത്താൻ കഴിയില്ല എന്ന് വിചാരിക്കരുത്. ആത്മാർത്ഥമായിട്ട് വിചാരിച്ച തെറ്റുകൾ എപ്പോഴായാലും തിരുത്താൻ കഴിയും. സ്നേഹ നല്ല കുട്ടിയാ. ധനുഷും സ്നേഹവും സന്തോഷത്തോടെ ജീവിക്കണം. ഞങ്ങൾക്കതാ വേണ്ടത്. ചെയ്ത തെറ്റുകളിൽ നിന്നൊക്കെ ധനുഷ് തിരിച്ചു നടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യ. കുഞ്ഞു കരയുന്നു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. സത്യത്തിൽ ഇപ്പോഴാണ് ഞാൻ സന്തോഷം എന്താണെന്ന് അറിയുന്നത്. ഇതുവരെ ഞാൻ സന്തോഷമാണെന്ന് വിചാരിച്ച ഒന്നും സന്തോഷമായിരുന്നില്ല. നല്ലതിനു വേണ്ടിയാണെന്ന് കരുതി ചെയ്തതൊന്നും നല്ലതായിരുന്നില്ല. ശരിക്കും ഇപ്പോഴാണ് ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റിയത്. അതും അർച്ചനയ്ക്ക് വേണ്ടി. ഇത് ചെയ്യാൻ പറ്റിയതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു മോളെ യാത്ര? അതിന്റെ കാര്യമൊന്നും പറയാതിരിക്കാ ഭേദം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ദേഹം ആകെ വേദനിച്ചിട്ട് വയ്യ. ഒന്ന് ഫ്രഷ് ആവട്ടെ. അവന്തിക്ക് എന്തു പറ്റി? നല്ല ദേഷ്യത്തിലാണല്ലോ പോയത്. അതിന് കാരണമുണ്ട് അച്ഛാ. ഏട്ടത്തിക്ക് പൂജ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതെന്താ അങ്ങനെ സംഭവിച്ചത്? നേരത്തെ പറഞ്ഞില്ല അച്ഛാ, നമ്മൾ ആഗ്രഹിച്ച മാത്രം അവിടെ പോയി വഴിപാടുകളോ പൂജയോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവിടെ ഇരിക്കുന്ന ദൈവം തന്നെ തീരുമാനിക്കണം. എന്തായാലും നിങ്ങൾക്ക് പൂജ പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ. മല കയറി മുകളിലെത്തുന്നത് വരെ ഒരുപാട് കഷ്ടപ്പെട്ടച്ച. പ്രതിസന്ധികളും ഒരുപാടുണ്ടായി. എന്നാലും ഈശ്വരൻ ഞങ്ങൾക്കൊപ്പം നിന്നു. വിചാരിച്ചതുപോലെ തന്നെ എല്ലാ പൂജകളും നടത്താനും പ്രാർത്ഥിക്കാനും പറ്റി. എന്തായാലും യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നല്ലേ, പൂജാമുറിക്ക് മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞിട്ട് വേണം മുറിയിലേക്ക് പോകാൻ. ശരി അച്ഛാ.